കാരണം എല്ലാരെയും ഞാൻ വലയിലാക്കിയിട്ട് ഇവിടുന്ന് എന്നെ അടിക്കാൻ. ഓരോ മൗലവിമാരെയും എന്റെ വലയിലിട്ടിട്ട് ഇവിടുന്ന് തന്നെ ഞാൻ ഓരോന്നിനും അടിക്കാണ്. അപ്പൊ എല്ലാ മൗലവിമാർക്കും ഈ 4ാമത്തെ പരിപാടിയും കൊണ്ട് ഇനിയൊരു കുടുക്ക് കൂടാൻ ബാക്കിയില്ല. അപ്പോ ഹുസൈൻ സലഫി പറയുന്ന കഴിഞ്ഞ പ്രസംഗത്തിന്, ഇതെന്താ എന്റെ പിന്നാലെ എന്നെ കൂടീന്? ആ ഈ ഒരു സങ്കടം അയാൾ പറയും. ആ സങ്കടം പറയുന്നതിന്റെ മുമ്പ് ഇയാള് ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, അതിന്റെ അനസ് മുസ്ലിയാരിനെ പറ്റി ഇയാളൊരു നേതാവില്ലേ, അയാൾക്കെന്താ ഇയാൾ മറുപടി പറയുമ്പോഴത്ത് അനസ് മൗലവി എന്നിട്ടൊരു ഷോട്ടാ മൗലവിണ്ട്. ആ മൗലവിക്ക് ഞാനെന്താ മറുപടി പറയാൻ പോവാത്തത്? ആ മൗലവിനൊക്കെ ഇവിടുന്ന് തന്നെ ഞാൻ ശരിയാക്കുന്നില്ലേ? അതിനൊക്കെയുള്ള റിമോട്ടല്ലേ കയ്യിലുള്ളത്? അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കി വെച്ചോ. അനസ് മൗലവിക്ക് മറുപടി പറയണോ പറയണ്ടേന്ന് നിങ്ങൾ പറയും എന്നോട്, നാട്ടുകാർ പറയട്ടെ, പറയണോ പറയണ്ടേന്ന്. കാരണം ഈ അനസ് മൗലവി വേറെ സ്ഥലത്തുനിന്ന് പറയുന്നത്, ഈ നമ്മള് മുജാഹിദ് ബാലുശ്ശേരി എന്ന മൗലവിയാണ് ഹജ്ജിന് പോകുന്ന ഒരു മുശ്രിക്കാന്ന് പറഞ്ഞു. അനസ് മൗലവി പറയുന്നത്, മുജാഹിദ് ബാലുശ്ശേരി ഹജ്ജിന് പോകുന്ന 5 ലക്ഷം വെച്ച് ബാക്കിയൊക്കെ മുശ്രിക്കാണെന്ന് പറഞ്ഞു എന്നാണ് പേരോടും മറ്റൊക്കെ പറയുന്നത്. എന്നാൽ അങ്ങനെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞിട്ടേ ഇല്ല. എന്നിട്ട് അയാൾ പറയാണ്, എന്റെ അടുത്തുണ്ട് ക്ലിപ്പ്, പക്ഷെ ഇപ്പൊ കേൾപ്പിക്കാൻ നേരെയില്ല. ആര്? ഇയാള്. എന്നാല് അതയാള് പറയുന്നതും ഈ അനസിൽ തന്നെ ചങ്ങാതി പറയുന്നതും, എന്നിട്ടോ ഞമ്മളെ ബാലുശ്ശേരി നേരത്തെ പറഞ്ഞത് കേട്ടാണ്, അതും രണ്ടും കൂടി കൂട്ടിയിട്ട് ഒന്നായിട്ട് കേട്ടോളൂ നിങ്ങള്. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, എന്ത് 5 ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ മാത്രമേ ഹജ്ജിന് അവിടെ എത്തുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്താണ് മുശ്രിക്കീങ്ങളാണ്. ആ വാചകത്തിൽ തന്നില്ല, അത് കേൾപ്പിക്കാൻ കഴിയില്ല. എന്റെ കയ്യിലുണ്ടാക്കി ഇപ്പൊ ഇടാൻ സമയമില്ല. ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു, ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. മുശ്രിക്കീങ്ങളാണ്. ആ വാചകത്തിൽ തന്നില്ല, അത് കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. ഇയാൾക്ക് മറുപടി പറയാൻ ഞാൻ പോണോ പോണ്ടേ? നിങ്ങൾ പറയും. ഇനി സഹോദരന്മാരെ, മൗലവി പറയുന്നു, അയാൾക്ക് ആ ക്ലിപ്പ് ഇടുവാൻ സമയമില്ല. ഇയാൾക്ക് മറുപടി പറയാൻ എനിക്കാ സമയം? തരക്കേടിലൊരു മൂത്രപ്പറ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഞാൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നിങ്ങൾ പോലത്തെ മുഅ്മിനീങ്ങളെ ദുആ കൊണ്ടും സഹായം കൊണ്ടും 50ഓളം പള്ളി ഉണ്ടാക്കി, 25ഓളം മദ്രസ ഉണ്ടാക്കി, 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടാക്കി. ഈ മൗലവി ക്ലിപ്പിടാൻ സമയമില്ല. അയാൾക്ക് മറുപടി പറയാൻ ഞാൻ പോകണല്ലേ?